തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ എരുമയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് LDF മാർച്ച് നടത്തി. മാർച്ച് KD പ്രസേനൻ ഉദ്ഘാടനം ചെയ്തു. R. രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. VV കുട്ടികൃഷ്ണൻ, അബ്ദുൾ ജലീൽ, സിദ്ദിഖ് ഷാ, ബാബു, ലീല മാധവൻ എന്നിവർ സംസാരിച്ചു. DYFI ജില്ലാ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷിബി കൃഷ്ണ നന്ദി പറഞ്ഞു. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് തന്നെ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ജില്ലാ പഞ്ചായത്തിന് ആകെ 24 കോടി രൂപയുടെ കുറവാണ് ഈ UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് മാത്രം അനുഭവപ്പെട്ടത്. ഈ രീതിയിൽ വിവിധ മേഖലകളിൽ അതിലേറ്റവും പ്രധാനമായും പദ്ധതി വിഹിതത്തിൽ വെട്ടിക്കുറവ് വന്നിട്ടുള്ള മേഖലകൾ നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ ഉന്നതികളുടെ വികസനവുമായി ബന്ധപ്പെട്ട് SCP ഫണ്ടിൽ ഉൾപ്പെടെ വലിയ കുറവ് ഈ നാട്ടിനകത്ത് UDFന്റെ ഗവൺമെന്റ് വരുത്തിയിരിക്കുകയാണ്. അത് ജില്ലാ പഞ്ചായത്തിൽ മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല, സമാനമായ രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിലും ഇതേ രീതിയിലുള്ള വലിയ കുറവുണ്ടാവുകയാണ്. ഈ പഞ്ചായത്ത് ഭരണസമിതികളെല്ലാം അധികാരത്തിലേക്ക് വന്നതിന് ശേഷം അവരവരുടെ ബഡ്ജറ്റും ഗവൺമെന്റ് നൽകിയ വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കലും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നത്, നിങ്ങൾക്ക് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക്, പ്രാദേശിക സർക്കാരുകൾക്ക് നിലവിൽ നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ ഫണ്ട് ഞങ്ങൾ തരില്ല എന്ന രീതിയിൽ പ്രഖ്യാപനം നടത്തുന്ന സമാനമായ രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് കേരളത്തിൽ ആകെ തന്നെ വലിയ രീതിയിൽ അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുപക്ഷെ ഈ സമരത്തിനകത്ത് UDFന്റെ ജനപ്രതിനിധികളോ UDFന്റെ പ്രവർത്തകരോ നേരിട്ട് പങ്കാളികളാവുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് UDFന്റെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ UDF എടുത്ത ഈ ഗവൺമെന്റ് എടുത്ത ഇത്തരം സമീപനങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. UTV ന്യൂസ് പാലക്കാട്.